എല്ലാം ശരിയാവുന്നേ. താൻ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? കണ്ടോ, ദേ ഇപ്പൊ തന്നെ BP കൂടുതലാ. മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ആലോചിക്കുമ്പോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ മോള് ഇന്ന് 5ാമത്തെ ദിവസം. എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഗീതമോക്ക് ആപത്തൊന്നും വരില്ല. ഞാൻ വൈകിട്ട് വരാം. ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങായിരുന്നില്ലേ തനിക്ക്? ഈ മൂഡില് എനിക്ക് വയ്യ ഡേസി. ശരി എന്നാ. കുഞ്ഞ് പൊതുവാളിനോട് ക്ഷമിക്കണം. ഇനിയും കുഞ്ഞിനെ കണ്ണീര് കുടിപ്പിച്ച ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ഗീതുമോൾ എവിടെയുണ്ടെന്ന് പൊതുവാളിനറിയാം. സ്കൂളിലെ ഡ്രൈവറുടെ വീട്ടിലുണ്ട്. എന്നോട് ചോദിച്ചിട്ടാ കൊണ്ടുപോയത്. പൊതുവാളെ അടിക്കാനുള്ള അധികാരം യശോധരമ്മയ്ക്കുണ്ട്. ഇവിടെ തുപ്പും ചോറുമാണല്ലോ ഈ തടി. പക്ഷെ അടിക്കുന്നതിന് മുമ്പ് പൊതുവാൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് യശോധരമ്മയ്ക്കൊന്ന് ആലോചിക്കായിരുന്നു. ഉഷക്കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടപ്പോ പറയാൻ പല പ്രാവശ്യവും നാവ് പൊങ്ങിയതാ. പിന്നെ തോന്നി വേണ്ടാന്ന്. ഇവിടെ കാണാത്ത ഗീതുമോളുടെ സന്തോഷവും കളിയും ചിരിയൊക്കെ ഞാൻ ആ ഡ്രൈവറുടെ വീട്ടിൽ വെച്ച് കണ്ടു. സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ നടുവിലായിപ്പോ ആ കുട്ടി. അതിനെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടെന്തിനാ? ആ കൊച്ചിന്റെ പേരും പറഞ്ഞ് കേസ് നടത്താനും വഴക്കടിക്കാനൊക്കെ അല്ലേ നിങ്ങൾക്ക് സമയമുള്ളൂ? ഇത്രയൊക്കെ പറയാനുള്ള അവകാശം ഈ വീട്ടിൽ എനിക്കുണ്ടോന്നറിയില്ല. അമ്മയ്ക്ക് ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയാണ് ഭൂതം കൊടുക്കില്ല എന്ന് പറഞ്ഞത്. എന്തൊക്കെ വിദ്യകൾ നോക്കിയിട്ടും അമ്മ പോണില്ല. അമ്മയ്ക്ക് ഉണ്ണിയില്ലാതെ പോകാൻ പറ്റുമോ? പൊന്നും പണവും കുന്നുപോലെ തരാമെന്ന് ഭൂതം പറഞ്ഞു നോക്കി. വേണ്ടെന്ന് അമ്മ. എന്നിട്ടൊടുവിൽ തന്റെ 2 കണ്ണും ചൂന്നെടുത്ത് അമ്മ ഭൂതത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാ, ഭൂതമേ നോക്ക്, ഇതിലും വലുതാ എനിക്കെന്റെ ഉണ്ണി, അതിനെ നീ തരില്ലെന്നോ? അപ്പൊ ഭൂതം എന്ത് ചെയ്തു? മായ കൊണ്ടൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയെ കളിപ്പിക്കാൻ നോക്കി. പെറ്റമ്മയെ ആർക്കെങ്കിലും വഞ്ചിക്കാൻ ഒക്കുമോ? അമ്മയ്ക്ക് സത്യം മനസ്സിലായി. അമ്മ ഭൂതത്തിന് ശപിക്കാൻ പോയി. അപ്പൊ ഭൂതം അമ്മയുടെ കാലി വീണ് മാപ്പ് ചോദിച്ചിട്ട് ഉണ്ണിയെ വിട്ടുകൊടുത്തു. അമ്മ പറഞ്ഞു, മകരക്കൊയ്ത്ത് കഴിയുന്ന കാലം നീ വരൂ വീട്ടിലേക്ക്, ഉണ്ണിയെ കണ്ടു മടങ്ങാമല്ലോ. മോളല്ലേ ഇവിടത്തെ ഉണ്ണി, മോളെ കാണാൻ എന്റെ ഭൂതം വരുന്നത്. ഉണ്ണിയെ വേണു ഉണ്ണിയെ വേണു ആളുകളിങ്ങനെയെങ്ങും ചോദിച്ചാരിപ്പിപ്പൂ പാവത്തെ പലപാടും അതിന്റെ മിടിക്കും കരളിൽ താളക്കുത്തിനു തുടി കൊട്ടുന്നു തേങ്ങലിയൊത്ത കുഴൽ വിളി കേൾക്കൂ. കെട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ വരവം വെളിപ്പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂരം.
ഊയ് ഊയ് ഒന്ന് അക്കരയ്ക്ക് പോകണല്ലോ. ഇത് കടത്തു തോണിയല്ല, എസ്റ്റേറ്റിലേക്ക് ചരക്ക് കൊണ്ടുപോകാനുള്ള. അപ്പൊ ഇതിൽ പോയാൽ ഒരിക്കലും അക്കരെ എത്താൻ പറ്റില്ലേ? ഇത് പോവില്ല സാറേ, ഇരുട്ട് വീണ് കഴിഞ്ഞാൽ അക്കരയ്ക്ക് തോണിയില്ല. ഇനി കാലത്ത് 6 മണിക്കേ ഉള്ളൂ. അപ്പൊ നേരം വെളുക്കണവരെ ഞാൻ ഈ കടവിൽ കിടന്ന് ഉറങ്ങേ? എനിക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി അക്കരയ്ക്ക് തോണിയില്ല അത്രേ. ഇവിടെ അടുത്തൊരു TV ഉണ്ട്, സർക്കാർ വക. ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോയി നോക്കാം. ഞാനാ ഡോക്ടർ അറിയിച്ചത്. അമ്മയ്ക്കുള്ള പോലെ ആദ്യം ഉൾക്കണ്ടയും ആ കുട്ടിയുടെ അച്ഛനും ഉണ്ടാവില്ലേ? ഇത്രയിടം വരെ വരണമെന്നുണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയാ ഞാൻ നേരെ വീട്ടിൽ വന്ന് വിവരം പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. വിവരം അറിയിക്കാൻ താൻ വീട്ടിൽ വന്നിരുന്ന വിവരം അറിഞ്ഞാനേ. ഞാൻ പാക്കരപ്പള്ളിയോടല്ല സംസാരിക്കണേ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാ വീട്ടിലേക്ക്? പുഴ കടന്നാ പിന്നെ അധികം ഇല്ല. രാത്രി തന്നെ അവിടെ എത്താൻ മാർഗം കാണണമല്ലോ ജയരാജ. നീന്താ വശണ്ടെങ്കിൽ നീന്താം. എന്താ പോണെന്നുണ്ടാ? ഞാൻ പൊതുവാളിനോടല്ല സംസാരിച്ചേ. ചേട്ടനൊന്നും മിണ്ടായിരിക്കാം. മുറി എവിടെ? എങ്ങനെ കൊണ്ടെടുക്കും? അവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് വിവരം അറിയിക്കാലോ എന്ന് കരുതിയാണ് ഞാൻ പുലർച്ചയ്ക്കുള്ള തോണിക്ക് തന്നെ പുറപ്പെട്ടത്. എല്ലാവരും കൂടി ഇപ്പം ഇങ്ങോട്ട് എത്തും. ആ തള്ളയാണെങ്കിൽ ആകെ കലി തുള്ളി നിൽക്കുക. തന്നെ കൈ കിട്ടിയാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് ഗുരുവായൂരപ്പന് മാത്രമേ നിശ്ചയമുള്ളൂ. ആ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും തക്കിട തരിക പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ആ കാലില് വീണ് സാഷ്ടാംഗം പറ. മോളെ കൊണ്ടുവന്ന് തെറ്റിന് ആരോട് മാപ്പ് പറയാനും ഞാൻ ഒരുക്കുക. പക്ഷെ അതല്ല, അവള് ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോ കൊച്ചു തുള്ളിച്ചാടി പോരുന്നേ. ഇന്നലെ രാത്രി ഗസ്റ്റ് ഹൗസിൽ 2 പേരെ ഒരുമിച്ച് കണ്ടപ്പോ എല്ലാം കലങ്ങി തെളിയുന്ന എന്റെ മനസ്സിലൊരു തോന്നല്. അങ്ങനെയാവുമ്പോ കുട്ടിയുടെ ഇങ്ങോട്ടുള്ള വരവ് വലിയൊരു സന്തോഷത്തിന് ഇടയാക്കുമെന്ന് ഓർക്കുമ്പോ താനെന്തോടോ ചിന്തിച്ചുകൊണ്ട് നിൽക്കണേ? കുട്ടിയും കൂട്ടി ഉടനെയാണ് വന്നേക്ക്. ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല. ഇതിനിടയിൽ ഞാനൊരു കള്ളക്കളി നടത്തുന്ന ആ തള്ളയെങ്ങാനും അറിഞ്ഞ കോടതി കൊണ്ട് എന്നെ തൂക്കിക്കൊല്ലും. ഹാ, മോളുടെ നക്ഷത്രം എന്താണെന്ന് അറിയോ നന്ദ? എന്തിനാ ചേച്ചി? ഞങ്ങൾ അമ്പലത്തിൽ പോവാ. ഗീതമോളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. നക്ഷത്രം അറിയാമോ നിനക്ക്? ഇല്ല. എങ്കിൽ അശ്വതി നക്ഷത്രത്തെ കഴിപ്പിക്കട്ടെ. മോളൊന്ന് അങ്ങനൊരു കാര്യം പറയട്ടെ. എന്താ നന്ദ? നമുക്ക് പോണ്ടേ മോളെ? ഇത് മോളുടെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട്. ഡ്രൈവർ അങ്കിൾ പറഞ്ഞു മോള് വരുന്നില്ലെന്ന്. അപ്പൊ മോളുടെ ഡാഡി പറയാ ഇപ്പൊ അവരുടെ കൂടെ ചെന്നിട്ട് വലിയ വെക്കേഷൻ 2 മാസം ഇവിടെ നിന്നോളാൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അറിയാം മോക്ക് ഇവിടെ കാണാൻ? കാവില് പൂരം, കാവടിയാട്ടം, വെടിക്കെട്ട് എല്ലാം. ദേ മോളെ കാണാതെ മോളുടെ മമ്മി കിടന്ന് കരയ്യ. മമ്മിക്ക് വിഷമമല്ലേ മോള് ചെന്നില്ലെങ്കിൽ? എന്നാലും ഇത് മോളുടെ വീടല്ലോ. മോക്ക് മോളുടെ വീട്ടിൽ പോണ്ടേ? വാശി പിടിക്കല്ലേ ഇത് മോളെ? പറയുന്ന അനുസരിക്കാൻ. അമ്മേ ഇവിടെ ഉടുപ്പെടുത്തേ.
ഒരു ചവിട്ട് വന്നാലുണ്ടല്ലോ തന്റെ അണ്ണനാളോ ആമാശം മണ്ണ് തിന്നും. ചെറുകുന്നത്ത് ഭാസ്കര പിള്ളയോടാണോ താൻ കളിക്കുന്നത്? സാർ ഞാൻ പറയുന്നു താൻ ഒന്നും പറയണ്ട. കുട്ടിപിടുത്തക്കാരൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ തന്നെ പോലൊരു ചെറുപ്പക്കാരൻ സാർ ഞാൻ കുട്ടിയെ കട്ടോണ്ട് പോകുന്നൊന്നുമല്ല. അല്ല, കുട്ടി തന്നെ കട്ടോണ്ട് പോയതാ. അഴി എണ്ണിക്ക് ഞാൻ അഴി, മനസ്സിലായോ? പാക്കരപ്പിള്ള വലിയ വീമ്പ് പറയണ്ട. ഇയാള് പറയണതിലും കാര്യമുണ്ട്. കുട്ടി ഇയാൾ അവിടെ പിടിച്ചു വെച്ചിട്ടില്ല. കുട്ടി വരാൻ കൂട്ടാക്കില്ലെന്ന് വെച്ചാൽ ഞാൻ പൊതുവാളിനോടല്ല സംസാരിച്ചത്. കേട്ടിനൂത്തി പറയണോ? സാർ സാറിന് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടല്ലോ. ഞങ്ങളുടെ ആരുടെയും പ്രേരണയും നിർബന്ധമൊന്നുമല്ല. മോള് വാശി പിടിച്ച് കരയുമ്പോ ഞാൻ എന്താ ചെയ്യാ? കൊച്ചുകുട്ടിയല്ലേ. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി കണ്ടാ അവള് കൂടുതൽ വാശി പിടിക്കുള്ളൂ. കുറച്ച് സമയം കൂടി തന്നാ ഞാൻ തന്നെ മോളെ ഇവിടെ കൊണ്ടാക്കാം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്ത് ചെയ്യണമെന്ന് കൊച്ചിന്റെ അച്ഛൻ തീരുമാനിക്കും. ഒന്ന് ചെലക്കാതിരിക്കടോ പാക്കര പിള്ള. രാജാ, എന്നെ ഒന്ന് നിയന്ത്രിക്കുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. പൊയ്യയുടെ അക്കരെയുണ്ട് അരിമട. അവിടെ പോയി വിളിച്ച കുട്ടിപ്പാപ്പ ആരും കൊണ്ടുപോയില്ല. എങ്ങനെ പോവാ? പതുക്കെ നടന്നു. ഭയപ്പെടണ്ട, ഞങ്ങളില്ലേ, വാ. മോളെ, ഇത് മോളെ, കണ്ണു തുറക്കും മോളെ. മമ്മിയെ വിളിക്കുന്ന. ഞാൻ പോവില്ല, ഞാൻ പോവില്ല, ഞാൻ പോവില്ല, ഞാൻ പോവില്ല. എങ്ങനെയുണ്ട് ഡോക്ടർ? നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. പേടിച്ചു പോയി കുട്ടി, അതിന്റെയാ. കണ്ണു തുറക്ക്. മമ്മിയെ വിളിക്കുന്ന. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത് മോളെ, കണ്ണു തുറക്കും മോളെ. ഈ അവസ്ഥയിൽ കൊണ്ടുപോകണോ? ശരിക്കും ബോധം തെളിയുന്നവരെ ഇവിടെ കിടത്തിയിട്ട് ഉപദേശത്തിന്റെ ആവശ്യമില്ല. കുട്ടിയെ നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ജീവനോടെ കിട്ടിയല്ലോ. പൊതുവാളെ, സമയം കളയണ്ട, താൻ കുട്ടിയെടുക്ക. അക്കരക്ക് ഇപ്പൊ തോണി ഉണ്ടാവുക. തോണി വരും പോവും. കുട്ടിയെടുക്കാൻ വരട്ടെ. നിയമപ്രകാരം കുട്ടിയെ അച്ഛന്റെ വീട്ടിലേക്കാ കൊണ്ടുപോകേണ്ടത്. സ്റ്റുപ്പിഡ്. കുട്ടി ഇനി അച്ഛന്റെ വീട്ടിലേക്ക് പോകണമെന്നുള്ള കാര്യം കോർട്ട് തീരുമാനിക്കും. അമ്മേ, നീ മിണ്ടാതിരി. കുട്ടിയെ മാനസികമായി പോലും തകർത്തതിന് എല്ലാരെയും പ്രതി ചേർത്ത് ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോവാ. വരട്ടാതെ തള്ളേ. കുറെ കാലമായി നിങ്ങൾ കോടതി കോടതി എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നു. ആ ജയരാജ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? കല്ല് വെച്ച 4 വർത്താനം പറഞ്ഞ് കുഞ്ഞിനെ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങി വാടാ. ആണാണെങ്കിൽ പൊതുവാളെ, കുട്ടിയെടുക്ക. വരട്ടെ. മോളെ ഇപ്പൊ അങ്ങനെ ആരും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. അത് പറയാൻ താനാരാ? ആരുമല്ല ഞാൻ, ആരുമല്ല. പക്ഷെ മോളെ കൊണ്ടുവരുന്നത് പറയാനുള്ള അവകാശം ഇപ്പൊ മറ്റാരേക്കാൾ കൂടുതൽ എനിക്കുണ്ട്. ഏത് ബന്ധത്തിന്റെ പേരിലായാലും അവളുടെ കുഞ്ഞു മനസ്സ് നോവിച്ചുകൊണ്ട് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, ആരായാലും. താൻ നിന്ന് പ്രസംഗിക്കണ്ട. കുട്ടിക്ക് എന്തോ മരുന്നോ മന്ത്രോ കൊടുത്ത് മയക്കി എടുത്തിട്ട് എന്താണ് എന്റെ ഉദ്ദേശം? പണത്തിനോ മറ്റോ ആയിരുന്നെങ്കിൽ അനാവശ്യം പറയരുത്. തനിക്ക് അനാവശ്യം കാണിക്കാം. എനിക്ക് പറഞ്ഞുകൂടാ. മതി, പറയേണ്ടത് എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. വില കുറഞ്ഞ ഈഗോയുടെ പേര് പരസ്പരം വഴക്കടിക്കുന്നിടയിൽ കുഞ്ഞിനെ കുറിച്ച് ആരും ഓർത്തില്ല. മതി. ഞാൻ അവളുടെ ഡാഡി ആയിരിക്കാം, നീ അവളുടെ മമ്മി ആയിരിക്കാം. പക്ഷേ രക്തബന്ധങ്ങൾക്ക് അപ്പുറത്ത് സ്നേഹത്തിന് മറ്റൊരു അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ബോധമില്ലാതെ തളർന്നു കിടക്കുമ്പോഴും അവളെ ഡാഡിയെയും മമ്മിയും അല്ല അന്വേഷിക്കുന്നത്. അവൾ നമ്മളെ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവൾ നമ്മളെ ആഗ്രഹിച്ചപ്പോഴൊന്നും നമ്മൾ അവളെ ശ്രദ്ധിച്ചില്ല, സ്നേഹിച്ചില്ല. സോറി നന്ദ, നിങ്ങൾ അവളുടെ ആരാണെന്ന് ഇപ്പോ മനസ്സിലാവുന്നു. നിർബന്ധിച്ച് ആരും അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. അവൾ ഇവിടെ നിൽക്കട്ടെ. അവൾക്ക് എപ്പോ ഞങ്ങളെ കാണുമെന്ന് തോന്നുന്നോ അപ്പോ. അത് ചിലപ്പോൾ നാളെ ആവാം, ഒരാഴ്ച കഴിഞ്ഞാവാം, അല്ലെങ്കിൽ ഒരു മാസം. കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
എന്നങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ? തൽക്കാലം മതിയാവും. ഞാൻ അവളുടെ അച്ഛനാണ്. എല്ലാം ഇവിടം വരെ കൊണ്ടെത്തിച്ചതിന് നന്ദിയുണ്ട്. അല്ല, നന്ദനോട് ഞാൻ പറഞ്ഞ എല്ലാരും കേട്ടല്ലോ. അത് തന്നെയാണ് തീരുമാനം. ജയരാജ ഒന്നുകൂടി മിണ്ടരുത്. നന്ദ, ഇറങ്ങട്ടെ. എടോ നന്ദ. യശോദരമ്മേ, അപ്പൊ ഇറങ്ങല്ലേ? എന്തെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കണേ? പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങന്നെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താ മോളിറങ്ങി? തോണി കടവിലെത്തിയിട്ടുണ്ടാവില്ല. അവര് കടവിൽ തന്നെ കാണും. നീ മോളെ കൊണ്ടേ കൊടുക്ക്. ചേച്ചി, ഇപ്പൊ ഇവിടുന്ന് കരഞ്ഞിറങ്ങിപ്പോയത് അമ്മയാ. ഒരമ്മയുടെ വേദന എന്താണെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. ചേച്ചി, അവൾ ഉണർന്ന? ഉണർത്തരുത്. ഉറങ്ങുമ്പോഴേ പറ്റൂ. മോളെ കൊണ്ടുപോയിക്കോളൂ. നന്ദ, ഇല്ല, മോളെ കൊണ്ടുപോകണം. ഇപ്പോൾ ഉറങ്ങ. അവൾ ഉണരുമ്പോ ഉണർത്താതെ നോക്കിയാൽ മതി. ഉണരുമ്പോഴേക്കും തോണി അക്കരെ എത്തിയിട്ടുണ്ടാവും. അവളെ വേദനിപ്പിച്ച് സാരമില്ല, കൊണ്ടുപോകുള്ളൂ. സ്ഥിരമായിട്ട് അവൾക്കോട്ട് തങ്ങാനാവില്ലല്ലോ. സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരാഴ്ച, ഇല്ലെങ്കിൽ ഒരു മാസം. വേണ്ട, ഇപ്പോഴാവുമ്പോൾ എളുപ്പ. ഇല്ലെങ്കിൽ കാലം പഴകും തോറും ഒരു പറിച്ചുകൊണ്ട് പോക്ക്. അവക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവക്ക് മാത്രമല്ല, ഞങ്ങൾക്കും, ഈ കുട്ടികൾക്കും, ആ മിണ്ടാപ്രാണികൾക്ക് വരെ. നന്ദ, കഴിഞ്ഞതൊക്കെ, ഈ നാടും ഇവിടെ തങ്ങിയതും ഉറങ്ങുമ്പോ കണ്ടൊരു സ്വപ്നമായിരുന്നെന്ന് പറഞ്ഞാൽ മതി. അവളത് വിശ്വസിച്ചോളും. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതകാലം